എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത്ര താമസിക്കൂട്ടോ. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നത്. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് കമലയെ കെട്ടിപ്പിടിച്ച കരയുവാണ് വേദ. പിന്നീട് വിക്രം പറഞ്ഞു, അതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ മതി, സമയം പോകുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും കമല പറഞ്ഞു, നീ എന്തൊരു ദുഷ്ടനാടാ, എന്ത് സംസാരാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളെന്ന് പറയണം. പിന്നീട് വേദയോട് പറഞ്ഞു, ഇങ്ങനെ നോക്കി നിൽക്കണം, വാ അതെ ഈ വീട്ടിൽ നിന്നുള്ള അവസാനത്തെ ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. പിന്നീട് വേദ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം, നിനക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഇന്ന് ഉണ്ടാക്കി തരാം. കാരണം പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരാം. ഒരു കാര്യം ചെയ്യാം, നൂഡിൽസ് ഉണ്ടാക്കാം, അതാകുമ്പോൾ എളുപ്പം ഉണ്ടാക്കി തരാം. അത്രയും പെട്ടെന്ന് തന്നെ നിന്നെ എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും വേദയൊന്നും മിണ്ടിയില്ല. പിന്നീട് വിക്രം അകത്തേക്ക് എല്ലുവാണ്. അകത്തേക്ക് പോയിട്ട് വിക്രം തന്നെ നൂഡിൽസ് ഉണ്ടാക്കുക. 2 പാത്രത്തിനകത്താക്കി ഡൈനിങ് ടേബിളെ കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് വേദനെ വിളിക്കുകയാണ്, വരാൻ പറയണം. വേദം അങ്ങനെ ചേല വന്നിരിക്കുക, കഴിക്കാനും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കഴിക്കാൻ തുടങ്ങി. പക്ഷെ വേദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുവാണ്. തന്റെ കഴുത്തിൽ വിക്രം താലി ആർത്തിയതും പിന്നീട് താൻ ഈ വീട്ടിലേക്ക് കയറി വന്നതുമായ കാര്യങ്ങളെല്ലാം. പെട്ടെന്ന് വിക്രം എന്താ കഴിക്കാൻ പറയണം. വേദ 1-2 സ്പൂൺ കഴിച്ചു. പിന്നീട് പറഞ്ഞു മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, മതിയോ, എന്നാ ശരി ആ പ്ലേറ്റും കട തന്നെ ഞാൻ കഴുകാന്ന് പറയണേ. വേണ്ട ഞാൻ കഴിക്കോളാം. അത് പറ്റില്ല, ഞാൻ തന്നെ കഴിക്കോളാന്ന് പറഞ്ഞ് വിക്രം ആ പ്ലേറ്റും കൂടെ വാങ്ങിച്ചു. നീ പോയി പെട്ടെന്ന് ബാക്കി എടുത്ത് റെഡിയായിട്ട് വാ എന്ന് പറയാണ്. എന്നും പറഞ്ഞ് വേദനയെ അങ്ങോട്ട് പറഞ്ഞു വിടുക. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കൊക്കെ വേദയ്ക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. പക്ഷെ വേദ ഒന്നും മിണ്ടാനായിട്ട് അങ്ങോട്ട് പോയില്ല. ഈ സമയം ശങ്കരനാരായണന്റെ വീട്ടിൽ എല്ലാവരും കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ആരായിരിക്കും എന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് എല്ലാവരും ഉണർന്നു. ആ സമയം പാതിരാത്രി സമയമാണല്ലോ. അങ്ങനെ ശങ്കരനാരായണൻ വന്ന് കഥവ് തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ട വേദയെ വിക്രത്തിനെയാണ്. ഒരു നിമിഷം ഞെട്ടിപ്പോ, ഇതെന്തിനാ ഇവളെയും കൊണ്ട് ഈ പാതിരാത്രി വന്നേന്നൊരു ചിന്ത. ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കാനാണോന്നും അറിയില്ലോ. പെട്ടെന്ന് വിക്രം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇതിനു മുമ്പ് ഞാൻ ഇവളെ പിടിച്ചോണ്ട് വന്നേ ഇവളുടെ സമ്മതം ഇല്ലാതെ വിലവായി കൂട്ടിക്കൊണ്ടു വന്നാ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, ഇവളുടെ സമ്മതത്തോട് കൂടിയിട്ടാ ഇവളെ ഇവിടെ നിർത്താനായിട്ട് ഞാൻ വന്നാന്ന് പറയണ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് വേദയല്ല വേതാളമാണ് എന്റെ കഴുത്തെ തൂങ്ങാനായിട്ടുള്ള. വിക്രമാദിത്യന്റെ കഴുത്തെ തൂങ്ങാൻ വരുന്ന ഏതേലും മരത്തേന്ന് ചാടി മിക്കവാറും എന്റെ കഴുത്തേലേക്ക് തൂങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു തരണം, ഇവളെ വല്ല കെട്ടിയിടുവോ അല്ലെങ്കിൽ പൂട്ടിയിടുവോ എന്തേലുമൊക്കെ ചെയ്തോളാൻ പറയണം. ഇത് കേട്ടോ ശ്രീകാന്ത് നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വരുവാണ്. കൈ പൊയ്ക്കൊണ്ട് വരുവാണ്. പെട്ടെന്ന് ശങ്കരനാരായണൻ ആ കൈ കയറി തടഞ്ഞു. വിക്രം പറഞ്ഞു, അതാണ് വേണ്ടത്, കണ്ടോ സാറിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ടാ. പക്ഷെ മകൻ അത്രക്കില്ല എന്ന് പറയണം. എടുത്തു ചാടാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയണം. പിന്നീട് പറഞ്ഞു, ഇവളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവാ. പിന്നെ നിങ്ങൾ തന്ന പണമൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, അതെല്ലാം ഇവളുടെ കയ്യിൽ തന്നെയുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് ഈ വിക്രം ഇന്ന് വരെ ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതേ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയതുപോലെ തന്നെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്ന് പറയണം. നിങ്ങളോട് മകളോട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. ഈ സമയം വേദ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. വേദയുടെ മുഖം ഇപ്പൊ കരയുന്ന മറ്റും നിൽക്കുവാണ്. പിന്നീട് വിക്രം അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അതെ സന്തോഷമായല്ലോ, ഇനി ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്കാണെങ്കിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കാര്യം എന്താണെന്നറിയോ, നീ ഞാനുമായിട്ടുള്ള ആ വഴക്കുകളൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയോ എപ്പോഴോ എന്റെ മനസ്സിൽ നീ കയറിക്കൂടി. അതെന്തുകൊണ്ടാണെന്നറിയോ, നിന്റെ സ്റ്റാൻഡ്, നീ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അത് നീ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അങ്ങനെ തന്നെ വേണം പെൺകുട്ടികളാണെങ്കിൽ. നിന്നെ പോലൊരു പെൺകുട്ടീനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കൈ പിടിച്ച് ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ്. പക്ഷെ വേദ ആ സമയത്തും ഒന്നും മിണ്ടാതെ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് നെഞ്ചു പറയുന്ന വേദന തോന്നി. തന്റെ കഴുത്തിൽ താലിയാർത്തിയ പുരുഷനാണ് പോണത്. അതൊക്കെ ഓർത്തപ്പം ഇത്ര നാളും തന്നെ അംഗീകരിച്ചില്ലേ പോലും മനസ്സിൽ വല്ലാത്തൊരു വേദന. വിക്രം പോകുന്നേ നോക്കി വേദ അങ്ങനെ നിൽക്കുക. ഈ സമയം ശങ്കരനാരായണൻ വിളിച്ചു, മോളെ നീ എന്താ അവിടെ നിൽക്കുന്നത്, കയറി വരാൻ പറയണം. വേദ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ടെന്ന് പറയാം. വേണ്ട ഇപ്പൊ മോളൊന്നും സംസാരിക്കേണ്ടെന്ന് പറയാം. അച്ഛൻ ഞാനൊന്നും പറഞ്ഞോട്ടെ. വേണ്ടാന്ന് പറയാണ്. മോൾ അകത്തേക്ക് കയറി വരാൻ പറയാം. അങ്ങനെ വേദനയും കൊണ്ട് അകത്തേക്ക് വന്നു. അകത്തേക്ക് കയറി ചെന്നിട്ട് വേദന അവിടെ ഇരുത്തി. പിന്നീട് എല്ലാവരും ചുറ്റും ഒന്ന് സംസാരിക്കുകയാണ്. വേദയുടെ മുഖം കണ്ടപ്പം ശങ്കരൻ ചോദിച്ചു, അല്ല മോളെ നീ ഫുഡ് കഴിച്ചായിരുന്നു ഇരിക്കും. പെട്ടെന്ന് വേദയുടെ മനസ്സിലേക്ക് ആ നൂഡിൽസിന്റെ കഥയാണ് ഓർമ്മ വരുന്നേ.
നൂഡിൽസ് കൊണ്ടേ ഉണ്ടാക്കി തന്നോ, പിന്നീട് കഴിച്ചിട്ട് പോന്നൊക്കെ. ഞാൻ കഴിച്ചാന്ന് പറയാണ്. പക്ഷെ നിന്റെ മുഖം കണ്ട അങ്ങനെ തോന്നില്ലോ. ദേ പത്മേ, മോൾക്ക് ആഹാരം എടുത്തു കൊടുക്കാൻ പറയാണ്. വേണ്ട, എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ കഴിച്ചെന്ന് പറയാണ്. പിന്നീട് വേദ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. ഇത് കണ്ടപ്പോൾ വർഷ ചോദിച്ചു, എന്താ വേദ, നീ എന്താ ചുറ്റും നോക്കുന്നേ? ശ്രീകാന്ത് പറഞ്ഞു, ആദ്യമായിട്ട് കാണുന്ന പോലെയാണല്ലോ നോക്കണേന്ന് പറയാം. അല്ല, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക. എങ്ങനെ? സാധാരണ ഇതിന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. 12 മണി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അലങ്കരിക്കുന്നതല്ലേ, എല്ലാരും എന്നാ ദിവസം മറന്നുപോയെന്ന് ചോദിക്കും. ഇത് കേട്ടൻ പത്മ പറഞ്ഞു, ദിവസം മറന്നുപോയതൊന്നും അല്ല, നീ ഇല്ലാതെ ഇവിടെ ഒരു ആഘോഷം വേണമെന്ന് എല്ലാരും തീരുമാനിച്ചതാ. പെട്ടെന്ന് വേദയുടെ അനിയത്തി പറഞ്ഞു, അത് പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ച ചേച്ചി, പക്ഷെങ്കിൽ എന്തോ അലങ്കരിക്കാൻ തോന്നിയില്ല. ചേച്ചിയാണല്ലോ എല്ലാ വർഷവും എല്ലാത്തിനും മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നേ, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും വേദയൊന്നും മിണ്ടിയില്ല. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, തലക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യും, എല്ലാരും പോയി കിടക്ക്, മോൾ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് വേദനയും കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ശങ്കരനാരായണൻ അതെ ശങ്കരനാരായണൻ പറഞ്ഞു, ആരും ഇപ്പൊ അവളോട് കൂടുതലൊന്നും ചോദിക്കാനൊന്നും പോകണ്ട, അവള് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയണം. പിന്നീട് ശങ്കരന്റെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം മുത്തശ്ശിയുടെ അരിയിലേക്ക് വേദ എന്നു. വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, വല്ലാത്തൊരു വിഷമം. ഈ സമയം വിക്രം തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീനിവാസ് സാറിന്റെ ഫോൺ വരുന്നത്. കോൾ എടുത്തു. എന്താ സാർ, അപ്പൊ നാളത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. അല്ല, ഞാൻ പറയുന്ന ആൾക്കാരുടെ ഒക്കെ ഒപ്പ് മേടിച്ചല്ലോ. ഒപ്പെല്ലാം മേടിച്ച, എല്ലാം കൃത്യസമയത്ത് തന്നെ നീ അവിടെ എത്തിയേക്കണം എന്ന് പറയാം. ശരി, എത്തിയേക്കാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നിന്റെ ഭാര്യനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ മറക്കരുത്. ആ പെൺകുട്ടീനെ അറിയാലോ, പ്രോഗ്രസീവ് പാർട്ടിക്ക് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കാനുള്ള കൊണ്ടുവന്നേക്കണം എന്ന് പറയാം. പെട്ടെന്ന് വിക്രത്തിന് എന്ത് മറുപടി പറയാനും നടത്തില്ല. വിക്രം ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്ക് ശ്രീനിവാസൻ സാറ് കോള് കട്ട് ചെയ്തു. വിക്രം പെട്ടെന്ന് സാറ് ഞാൻ എന്ന് പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോള് കട്ടായിപ്പോയി. ഇനി എന്ത് ചെയ്യും എന്നോർത്തോണ്ട് വിക്രം വീട്ടിലേക്ക് വരുവാണ്. ആ സമയം വേദ മുത്തശ്ശിയുടെ കയ്യിൽ ഇരിക്കുക. മുത്തശ്ശി പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയുമെന്ന് ചോദിക്കുക. എന്താ മുത്തശ്ശി? അല്ല, നീ വിക്രത്തിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് വന്നാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വേദ പറഞ്ഞു, ഇല്ല മുത്തശ്ശി, എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുമോ? അതൊന്നുമല്ല, വിക്രം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിന്റെ മടിയിലേക്ക് ചായോ, എനിക്ക് മുത്തശ്ശിന്റെ മടിയിൽ ഇത്തിരി സമയം കിടക്കണം മുത്തശ്ശി എന്ന് പറയണം. അങ്ങനെ കിടന്നിട്ട് വേദ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. വിക്രം താലി കെട്ടിയതും പിന്നീട് അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളും വേദയ്ക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല, ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി ഇങ്ങനെ തലമുടിയിൽ ഇങ്ങനെ പതുക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വിക്രം മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇതുവരെ ഇല്ലാത്തൊരു അസ്വസ്ഥത വിക്രത്തിന്. ചുറ്റും നോക്കുവാണ്, എന്തോ എവിടെയോ. അവൾ ആ ഹാളിൽ കിടന്നപ്പോൾ പോലും ഇത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവളുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയതും പിന്നീട് അവൾ ഈ വീട്ടിലേക്ക് വന്നതും, അങ്ങനെ തന്റെ മുറിയിൽ കയറി കഴിഞ്ഞ് മുറിയൊക്കെ തൂത്ത് വരുന്ന സമയത്ത് അവൾ താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ തന്റെ കൈക്കുമ്പിളിലേക്ക് വീണു എല്ലാം വിക്രത്തിന്റെ മനസ്സിലേക്ക് വരിക. ഇതെന്താ ഇങ്ങനെ? വിക്രം തിരിഞ്ഞു കിടന്നു നോക്കി, മറിഞ്ഞു കിടന്നു നോക്കി, ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചാൽ അപ്പൊ വേദയാണ് മുന്നിൽ വരുന്നത്. വിക്രത്തിന് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്യുകയാണ്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു വേദയ്ക്കും. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശങ്കരനാരായണൻ എല്ലാവർക്കും കേക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയം വേദയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കട ഭാവമായിരുന്നു. പിന്നീട് വർഷ പറഞ്ഞു, അതെ ഒരു മിനിറ്റ്, കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ച് അച്ഛൻ നിൽക്കുക എന്ന് പറയണം. കണ്ണടച്ചിരിക്കല, അതെ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറയണം. അങ്ങനെ ശങ്കരനാരായണനെ കണ്ണടച്ചിർത്തിയിട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. ഓരോരുത്തർ പോയി ഗിഫ്റ്റുമായിട്ട് വന്നു. ഇനി കണ്ണു തുറന്നോളാൻ പറയണം. അങ്ങനെ എന്തിനേറെ പറയുന്നു, വേദയുടെ അമ്മ സഹിതം ശങ്കരനാരായണന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. മുത്തശ്ശി മാത്രം കൊടുത്തില്ല, വേദയൊന്നും കൊടുത്തില്ല. വേദയുടെ കയ്യിലൊന്നുമില്ല. പെട്ടെന്ന് വർഷം ചോദിച്ചു, ഇതെന്ത് പറ്റി വേദ, നിനക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയെ വേദ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.